പട്ടാൻ ധോണി പട്ടാൻ ധോണി പട്ടാൻ ധോണി ചെറുപ്പാടിക്കും പറ്റും ധോണിയെ ലക്നൌവിലെ ഏകാന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ദിഗ്വിജയ് സിംഗ് റാട്ടി വിജയ് ശങ്കറിനെതിരെ പന്തെറിയുകയായിരുന്നു. ആ മിസ്റ്ററി സ്പിന്നർ നിരന്തരം സ്റ്റംസിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പന്ത് ടേൺ ചെയ്ത് അകന്നുപോയി. ശങ്കർ ബിഗ് ഹിറ്റിന് ശ്രമിക്കുന്നുണ്ട്. ഷോട്ട് തേർഡ് മൈലിൽ ക്യാച്ചാകുന്നു. തൻ്റെ മുഖമുദ്രയായ നോട്ട്ബുക്ക് സെലിബ്രേഷൻ മാറ്റിവെച്ചെങ്കിലും ദിഗ്വിജയ് ആ വിക്കറ്റ് നല്ലതുപോലെ ആസ്വദിച്ചു. അയാൾ നിശബ്ദമായി പറയുകയായിരുന്നു, ഇത് ഞങ്ങളുടെ ലോകമാണ്, ഈ IPL യുവരക്തങ്ങളുടേതാണ്. ശങ്കറിൻ്റെ പതനത്തോടെ കളിയിൽ ഒരിടവേള വന്നു. ടെലിവിഷനിൽ പരസ്യങ്ങൾ നിറഞ്ഞു. കാഴ്ചക്കാർ പിരിമുറുക്കത്തോടെ സ്വയം ചോദിച്ചു, ആരാണ് ഇനി ഇറങ്ങുന്നത്? ടൈം ഔട്ട് പൂർത്തിയായി. സ്ക്രീനിൽ വീണ്ടും മൈതാനം ദൃശ്യമായി. അപ്പോൾ പിച്ചിൽ അയാളുണ്ടായിരുന്നു. അതെ, സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണി. ഒരു മാസ് മസാല സിനിമയിലെ സൂപ്പർ ഹീറോയുടെ എൻട്രിക്ക് സമാനമായ രംഗപ്രവേശനം. പക്ഷേ അപ്പോഴും എല്ലാവരും സംശയിച്ചു. ഹീറോയുടെ മാസ് എൻട്രി ഗംഭീരം തന്നെ, പക്ഷേ ക്ലൈമാക്സ് വീണ്ടും ട്രാജഡിയായി മാറുമോ എന്ന്. ദിഗ്വിജയ് റാട്ടിമാർ വാഴുന്ന ലോകത്ത് ഈ 43-കാരന് ഇനിയും അംഗങ്ങൾക്ക് ബാല്യമുണ്ടോ? ചെന്നൈയുടെ വിജയം 56 റൺസുകൾ അകലെയായിരുന്നു. 30 പന്തുകൾ മാത്രമേ ആകെ അവശേഷിച്ചിരുന്നുള്ളൂ. സ്ലോയായ പിച്ചും വലിപ്പം കൂടിയ മൈതാനവും ലക്നൗ ടീമിനെ സഹായിച്ചുകൊണ്ടേയിരുന്നു. മറ്റേ അറ്റത്ത് നിന്നിരുന്ന ശിവൻ ഡൂബെ താളം കണ്ടെത്താൻ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. CSK ആരാധകരുടെ പിരിമുറുക്കം വൈകാതെ തന്നെ അവസാനിക്കുന്നുണ്ട്. ധോണിക്ക് നേരെ ആവേശകാരി എറിഞ്ഞ പന്ത് കവറിനും മിഡ് ഓഫിനും ഇടയിലൂടെ നേർത്ത ഗ്യാപ്പിലൂടെ ബൗണ്ടറിയിലേക്ക് പറന്നു. ഷർദൂൽ താക്കൂർ സ്ലോ ബോൾ ഉപയോഗിച്ച് ധോണിയെ കബളിപ്പിച്ചുവെങ്കിലും പക്ഷേ ധോണി മിഡ് വിക്കറ്റിന് മുകളിലൂടെ സിക്സർ പായിക്കുന്നുണ്ട്. വൺ ഹാൻഡഡ് ഷോട്ട്. ഇളമുറക്കാരുടെ തന്ത്രങ്ങളെ മറികടക്കുവാൻ ധോണി എന്ന വൈറ്ററൻ താരത്തിന് ഒരു കൈ തന്നെ ധാരാളമായിരുന്നു. കളി ചെന്നൈ ജയിച്ചു. IPL ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് ജേതാവായി ധോണി മാറുന്നുണ്ട്. ചെന്നൈയുടെ പരിശീലകനായ സ്റ്റീഫൻ ഫ്ലെമിംഗ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞിരുന്നു, ധോണി നായകനായി തിരിച്ചു വന്നതുകൊണ്ട് CSKയുടെ എല്ലാ പ്രശ്നങ്ങളും മുഴുവൻ ഒറ്റയടിക്ക് പരിഹരിക്കപ്പെടണമെന്നില്ല. അദ്ദേഹത്തിന് കൈവശം ഒരു മാന്ത്രിക ദണ്ടൊന്നുമില്ല. എന്നാൽ ഫ്ലെമിങ്ങിനെ നാം തിരുത്തണം. ധോണിയുടെ വലതുകരത്തിൽ ഇപ്പോഴും ആ മാന്ത്രിക വടിയുണ്ട്. ആ മാജിക് വാൻ രാത്രിയിലും ഉദയസൂര്യനെ പോലെ പ്രഭ പരത്തുന്നുണ്ട്. വിമർശകർ ഒരുപക്ഷെ ഈ ഇന്നിങ്സിനെ വില കുറച്ച് കണ്ടേക്കാം. വൈഡുകളും ഫുൾ ടോസുകളും എറിഞ്ഞ താക്കൂറും ധോണിയുടെ ക്യാച്ച് കൈവിട്ട ബിഷ്ണോയും ചേർന്നാണ് ചെന്നൈ ടീമിനെ വിജയിപ്പിച്ചതെന്ന് പോലും ധോണി ഹേറ്റേഴ്സ് പരിഹസിച്ചേക്കാം. അത്തരക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കണം, സമ്മർദ്ദം മുറുകുമ്പോഴാണ് കളിക്കാർ പിഴവുകൾ വരുത്തുന്നത്. താക്കൂറും ബിഷ്ണോയും ധോണിയെ ഭയന്നു. ആ പേടിയാണ് ധോണിയുടെ ലെഗസി. അബ്ദുൾ സമദിനെ ധോണി വീഴ്ത്തിയ രീതി ശ്രദ്ധിക്കുക. നോൺ സ്ട്രൈക്കർ എൻഡിലേക്ക് ഓടുകയായിരുന്ന സമദിനെ ഒരു രണ്ടാം ത്രോയിലൂടെയായിരുന്നു ധോണി റണ്ണൌട്ടാക്കുന്നത്. സമദിൻ്റെ തലയ്ക്ക് മുകളിലൂടെയാണ് ധോണിയുടെ ഏറ് സഞ്ചരിച്ചത്. ക്രിക്കറ്റ് അക്കാദമികൾക്ക് ഈ മനസാന്നിധ്യം ഒരുപക്ഷെ പഠിപ്പിച്ചു കൊടുക്കാനാകില്ല. അത് ധോണിയുടെ രക്തത്തിൽ മാത്രമുള്ളതാണ്. 45 വയസ്സ് പിന്നിട്ടതിന് ശേഷവും ഇടിക്കൂട്ടിൽ വിസ്മയം സൃഷ്ടിച്ച ബെർണാഡ് ഹോപ്പിങ്സ് എന്ന ബോക്സറെ ഓർക്കുന്നില്ലേ? ഹോപ്പിങ്സ് ഗുസ്തി ആരംഭിക്കുമ്പോൾ തന്നേക്കാൾ പ്രായം കുറവുള്ള ഷുംനോവിനെ ബോക്സിംഗ് റിങ്ങിൽ മറികടക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു. അതുപോലൊരു ബോക്സറാണ് ധോണി. അയാളുടെ കൗണ്ടർ പഞ്ചുകൾ ഇന്നും ഡബിൾ സ്ട്രോങ് ആണ്. ധോണി ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചത് 2004-ലാണ്. ആ വർഷത്തിൽ ജനിച്ച ഷെയ്ഖ് റഷീദാണ് ഇപ്പോൾ ചെന്നൈയുടെ ഇന്നിങ്സിൽ ഓപ്പൺ ചെയ്യുന്നത്. ഒരു അഭിമുഖത്തിൽ റഷീദ് ഇങ്ങനെ പറഞ്ഞിരുന്നു, 8 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ എനിക്ക് റീബോക്ക് ബാറ്റ് വാങ്ങുവാൻ മോഹം തോന്നിയിരുന്നു. അക്കാലത്ത് ധോണി ആ ബാറ്റാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ വില കൂടിയ ആ ബാറ്റ് വാങ്ങിത്തരാനുള്ള സാമ്പത്തിക ശേഷി എൻ്റെ അച്ഛനുണ്ടായിരുന്നില്ല. പിന്നീട് റീബോക്ക് ബാറ്റ് കാണുമ്പോഴെല്ലാം എൻ്റെ കണ്ണുകൾ നിറയുമായിരുന്നു. ഇപ്പോൾ ഞാൻ ചെന്നൈ ടീമിലെത്തി. ധോണിബായുടെ ബാറ്റ് കയ്യിലെടുക്കാൻ കഴിഞ്ഞു. ആ നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല. ധോണിയുടെ ബാറ്റ് ഇന്നും തിളങ്ങുന്നുണ്ട്. ചന്ദ്രഹാസൻ.